ഗുഡ് മോർണിംഗ്. തേർഡ് സെമസ്റ്ററിൽ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് നിങ്ങളുടെ സ്പെഷ്യൽ പേപ്പർ PH233E ഇതിലെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമുക്കറിയാം, സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാരീസ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരം സിഗ്നൽസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തിനാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഒരു ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ സ്പേസ് കമ്മ്യൂണിക്കേഷനിൽ, അതായത് ഇപ്പോൾ സാറ്റലൈറ്റിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇൻഫർമേഷൻ സിഗ്നൽ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റിപ്ലൈ കിട്ടും. ഓക്കെ, ആ റിപ്ലൈയുടെ ബേസിസിലാണ് നമ്മൾ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ മംഗളയാനും ചന്ദ്രയാനൊക്കെ നമ്മൾ അതിന്റെ ബേസിസിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ എങ്ങനെയാണ് ആ വിവരങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പഴയ കാലത്ത് നമ്മൾ സിനിമാ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ ചിലപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ, അതായത് ഒരേ ട്രാക്ക് തന്നെ പലതവണ പാടിക്കൊണ്ടാണ്. അങ്ങനെയാണ് യേശുദാസിനെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ ലെജൻസ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതവണ ഒരേ പാട്ട് പാടി 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 പാടിയാണ് ആ പാട്ടിന്റെ ചില സംഭവങ്ങൾ എന്താണ് ക്ലിയർ ആയിട്ട് ഓക്കെ ആണെന്നൊക്കെ അവർ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ നമ്മൾ പാട്ട് പാടി കഴിയുമ്പോൾ ആ പാടുന്ന ഭാഗം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. ആ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഭാഗത്തിനെ വേവായിട്ട് മാറ്റുകയും അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു പാട്ട്, അതായത് സിനിമ പാട്ട് പാടുമ്പോൾ അതിന്റെ ട്രാക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയും അപ്പോൾ നമുക്ക് അതിന്റെ വേവ് പാറ്റേൺ കാണാൻ പറ്റും. ആ വേവ് പാറ്റേണിൽ എവിടെയാണോ ആ പാട്ടിന്റെ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ മാറ്റുകയോ അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ടൂളുകൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് കേവലം ഒരു 10 മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിന്റെ പ്രോസസ്സ് മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സിന്റെ പേര് ഈ സിഗ്നൽ പ്രോസസ്സിംഗ് തന്നെയാണ്. അപ്പോൾ ആ സിഗ്നൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അനലോഗ് സിഗ്നലും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നലും. സോ എന്താ പറയുന്ന ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ദിറ്റ് അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. അങ്ങനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റി അത് ഇത്തരം പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് പ്രോസസ്സിംഗ് ഈസ് കോൾഡ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ പറയുന്ന ഒരു സെഷനിൽ, ഈ പറയുന്ന ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ തരം സിഗ്നലുകൾ ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ സിസ്റ്റംസ് ഉണ്ട്. സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ്, ആ ഡിവൈസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതെന്ത് സംഭവിക്കുന്നത്, പ്രോസസ്സിംഗ് നടക്കുക. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് കേട്ടോ. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ ടൈം ഡൊമൈൻ. നേച്ചറിന്റെ ബേസിസിലും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിലും എവിടെ വെച്ച് ഇൻ ദ ടൈം ഡൊമൈനിൽ വെച്ചുകൊണ്ട്. ദാറ്റ് മീൻസ് ഇഫ് യു ഡ്രോ എ ഗ്രാഫ് വിത്ത് function along the y-axis and the time along the x-axis, then that kind of graph is called time domain graph. ആ ടൈം ഡൊമൈൻ ഗ്രാഫിൽ നേച്ചർ വെച്ചിട്ടും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്നലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. നമ്മൾ ഇതിനെ ഇനി CT സിഗ്നൽസ് എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് കണ്ടിന്യൂസ്ലി ഇൻ ടൈം ഡൊമൈൻ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ, ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ടൈം ആണല്ലോ എക്സ് ആക്സിൽ വരിക. ഈ ടൈം വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഗ്രാഫിന് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഓരോ എക്സ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഈ ഫംഗ്ഷന് നമുക്ക് ഏത് ടൈം ഡൊമൈൻ എടുത്തു കഴിഞ്ഞാലും ആ ടൈം ഡൊമൈനിൽ എന്തുണ്ടായിരിക്കും? ഓരോ വാല്യൂസ് ഉണ്ടാവും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് സിഗ്നൽസ് ആർ കോൾഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് എന്താണ്? ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഓൺലി ഇൻ എ സർട്ടൺ ടൈം ഇൻസ്റ്റന്റ്. ഒരു സർട്ടൺ ടൈം ഇൻസ്റ്റൻസിൽ മാത്രമായിരിക്കും ഈ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ
നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ മാത്രം എന്തുണ്ടാവും, സിഗ്നൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതാ ഇങ്ങനെ ഒരെണ്ണം വരച്ചു, എന്നിട്ട് ഇതാ ഇങ്ങനെ വരയ്ക്കുകയാണ്, കണ്ടോ. അപ്പൊ ഇവിടെ നമുക്കിത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്താ കാര്യം, ഒരു ടൈം ഇന്റർവെല്ലിൽ മാത്രമേ ഈ സിഗ്നലിന് ഇൻഫർമേഷൻ ഉള്ളൂ, ബാക്കി കുറെ സമയത്തേക്ക് ഇല്ല. പിന്നെ അടുത്ത ടൈം ഇന്റർവെല്ലിൽ വേറെ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്നും ഇതിനെ നമ്മൾ എന്ത് പറയും, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്നുമാണ് പറയുക. അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളത്. കണ്ടോ, ഇത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്, ഇതെന്താണ്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, ടൈം അലോങ് ദ എക്സ് ആക്സിസ് ഞാൻ എഴുതിയിരിക്കുന്നത് എക്സ് ഓഫ് ടി അലോങ് ദ വൈ ആക്സിസ്. ഫോർ ഈച്ച് ആൻഡ് എവറി ടൈം ഇന്റർവൽ വി ഷുഡ് ഹാവ് എ കറസ്പോണ്ടിങ് വൈ വാല്യൂ. ദെൻ ഹിയർ ഇറ്റ് ഈസ് എന്താ പറയുന്നത്, ഡിസ്ക്രീറ്റ് ടൈം ആണ്. കാരണം 0 കഴിഞ്ഞാൽ പിന്നെ ടി ആണ്, 2t 3t 4t 5t അങ്ങനെ n നമ്പർ ഓഫ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനോട് യാതൊരു മീനിങ്ങും ഇല്ല. അപ്പൊ ടിയിൽ ഔട്ട്പുട്ട് ഉണ്ട്, 2tയിൽ ഔട്ട്പുട്ട് ഉണ്ട്, 3tയിൽ ഔട്ട്പുട്ട് ഉണ്ട്, 4tയിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ എക്സ് ഓഫ് ടി ഓഫ് എൻ കണ്ടോ, ഓരോ n വാല്യൂവിനും എന്തുണ്ടായിരിക്കും, ഫങ്ഷണൽ ഔട്ട്പുട്ട് ഉണ്ടാവും. സോ ഇൻ ദിസ് വേ വി ക്യാൻ ക്ലാസിഫൈ ദ സിഗ്നൽ ഇൻ ടു കാറ്റഗറീസ്. ഏതൊക്കെയാണ്, once again continuous time signal and the other one is called discrete time signals. Okay. അത് എങ്ങനെയാണ് വീണ്ടും കണ്ടിന്യൂസ് ടൈം സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോന്നും വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൺ ഇസ് കോൾഡ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ദ സെക്കൻഡ് വൺ ഇസ് കോൾഡ് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽ, ഈവൺ ആൻഡ് ഓഡ് സിഗ്നൽ, ആൻഡ് എനർജി ആൻഡ് പവർ സിഗ്നൽ. ഇങ്ങനെ 4ആയിട്ട്. ഏതൊക്കെയാണ്, deterministic and non-deterministic signal, periodic and aperiodic signals, even and odd signals, and energy and power signals. ഇങ്ങനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ 4എണ്ണം എന്താണെന്നുള്ളത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് അപ്പൊ അതിലേതാണ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. പറയുന്ന ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിനിക് സിഗ്നൽസ് ആർ ദ ഫംഗ്ഷൻ ദാറ്റ് ആർ കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ഇൻ ടൈം. കണ്ടോ, ഓരോ ടൈമിലും കൃത്യമായിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരം സിഗ്നൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ഡിറ്റർമിൻഡ് ആണ്, ഔട്ട്പുട്ട് ഇതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൈൻ വേവ് ആണ്, സൈൻ വേവിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്ര ടൈം കഴിയുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എവിടെയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിഗ്നലിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയാം. ഓക്കെ. ഇനി അങ്ങനെ പറ്റില്ലെങ്കിലോ, ഉണ്ടോ, ദ നേച്ചർ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സച്ച് സിഗ്നൽ ക്യാൻ ബി പ്രെഡിക്റ്റഡ് അറ്റ് എനി ടൈം. ദ നേച്ചറും അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സച്ച് സിഗ്നൽ ക്യാൻ ബി പ്രെഡിക്റ്റഡ്. ഏതു ആ ഫംഗ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് സൈൻ വേവ് തന്നെ ആവണമെന്നില്ല, എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും ആവാം. അപ്പൊ ആ ഫംഗ്ഷന്റെ ബേസിസിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ദ നേച്ചർ. ദെൻ ഇവിടെ പറയുന്നു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ടി. ദിസ് ഇസ് എ റാം വൂസ് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടൈം ആൻഡ് സ്ലോപ്പ് ഈസ് ആൽഫ. കാരണം എന്താണ്, ഒരു ടൈം എടുത്തു നമ്മൾ ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി കണ്ടിന്യൂസ് ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓരോ ടൈം എടുക്കുമ്പോൾ ആ ടൈം ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ടൈം 1 എടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടാവും, ടൈം 2 എടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു വാല്യൂ ഉണ്ടാവും, ടൈം 3 എടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ വേറെ വാല്യൂ, ടൈം 3 എടുത്തു കഴിയുമ്പോൾ അതിന് വേറെ വാല്യൂ. ഇങ്ങനെ ഇങ്ങനെ ഈ വാല്യൂ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റാമ്പ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകും. അപ്പൊ ഇത് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. സോ ദിസ് ഇസ് എ റാമ്പ് സിഗ്നൽ, ഇങ്ങനെ കയറി പോകുന്ന രീതിയിലുള്ള ഒരു സിഗ്നൽ. അതാണ് ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് പറയാൻ പറ്റുക. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഇസ് എ എന്താ പറയുന്ന ഡിറ്റർമിനന്റ് സിഗ്നൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് വേർ വിൽ ബി ദ ഔട്ട്പുട്ട്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈൻ വേവ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഓരോ ടി വാല്യൂ അനുസരിച്ചും ഒമേഗ ടിയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ബേസിൽ നമുക്ക് എക്സ് ഓഫ് ടി എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നോക്കിയ വേറൊരു ഇത് രണ്ടും കണ്ടിന്യൂസ് ഡൊമൈനിൽ വരികയാണെങ്കിൽ ഞാൻ ഡിസ്ക്രീറ്റ് ഡൊമൈനിന്റെ ഒരു കേസ് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഫോർ ഓൾ വാല്യൂസ് ഓഫ് n വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 there will be an output which is equal to 1. കണ്ടോ, അപ്പോ ഇവിടെ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാനുള്ള അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 ആണെങ്കിൽ അല്ലെ, ഈ കണ്ടീഷൻ പ്രകാരം എന്താണ്, എന്നിന്റെ വാല്യൂ 0-നെക്കാട്ട് ഗ്രേറ്റർ വരുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടായിരിക്കും, ഇങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ഫിക്സ്ഡ് ഔട്ട്പുട്ടുകൾ ഉണ്ടാവും, അതിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. ഓക്കെ. അതേസമയം ഇവിടെ അതർവൈസ്, അതായത് ബാക്കിലോട്ട് വരുന്ന കേസിലൊക്കെ ഇവിടുത്തെ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്നിന്റെ വാല്യൂ 10 ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്, എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. ഇങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസിന്റെ പ്രത്യേകത. ഓക്കെ.
ഇപ്പോൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് അണ്ടർസ്റ്റുഡ് ആണ്. ഈ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത സിഗ്നൽസിനെ നമ്മൾ എന്തെന്ന് പറയും? നോൺ ഡിറ്റർമിനിസ്റ്റ് സിഗ്നൽസ് എന്ന് പറയും. സോ നോക്കുക, നോൺ ഡിറ്റർമിനിസ്റ്റ് സിഗ്നൽസ് ഈസ് വൺ whose occurrence is random in the nature and its pattern is not regular. പാറ്റേൺ എന്തല്ല? റെഗുലർ അല്ല എന്ന് പറയുമ്പോൾ നോയ്സ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. നമുക്ക് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് അറ്റ് ദാറ്റ് ടൈം. ഈവൻ പ്രസന്റ് ടൈമിൽ പോലും നമുക്ക് ഔട്ട്പുട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം സിഗ്നൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് എന്ന് പറയുക. നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ്. അപ്പൊ ക്ലിയർ ആയല്ലോ എന്താണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നലും എന്താണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസ് എന്നുള്ളതും. ഓക്കെ, അടുത്തതിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ്. ആ പേര് പറയുന്ന പോലെ തന്നെ പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സർട്ടൺ ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ അതേ സിഗ്നൽ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിനെന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. അപീരിയോഡിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നില്ല എങ്കിൽ അത്തരം സിഗ്നൽസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അപീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കൂ. A continuous time signal is said to be periodic if it exists periodicity. What is the periodicity? X of t plus t is equal to x of t, where t is the time period. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ ഈ ഫംഗ്ഷനും എക്സ് ഓഫ് ടി ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾഡ് എന്താ പറയുക? കണ്ടിന്യൂസ് പീരിയോഡിക് സിഗ്നൽ. The smallest value of t is satisfies equation 1 is called fundamental period. ഇതിൽ ഏറ്റവും ടി വാല്യൂ കുറയുമ്പോൾ സൈൻ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മളൊരു സൈൻ വേവ് നമ്മൾ വരയ്ക്കാനുള്ള അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതിങ്ങനെ മുകളിലോട്ട് പോയി താഴത്തോട്ട് വന്ന് പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, ഇവിടെ എന്താ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പോ ഈ ടൈമും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ടൈമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ടൈം പീരീഡ് ഫസ്റ്റ് ടൈം പീരീഡിൽ നമ്മൾ എന്തെന്ന് പറയും? ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറയും. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ T0. സോ എ പീരിയോഡിക് സിഗ്നൽ ഹാസ് ദ ഡെഫിനൈറ്റ് പാറ്റേൺ ദാറ്റ് റിപ്പീറ്റ്സ് ഓവർ ആൻഡ് ഓവർ. കണ്ടോ, ഡെഫിനറ്റ് പാറ്റേൺ ആണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വേവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും വിത്ത് എ റിപ്പീറ്റേഷൻ പീരീഡ് ഓഫ് T0. അപ്പൊ ഓരോ T0, അപ്പൊ ഇത് തമ്മിലുള്ള ഈ ഗ്യാപ്പിനെയാണ്, ഈ ഗ്യാപ്പാണ് ഇപ്പൊ നമ്മുടെ റെപ്രസെന്റേഷൻ പ്രകാരം നമ്മൾ എന്തായിട്ട് കാണിച്ചിട്ടുള്ളത്? T0 എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെന്നുണ്ടെങ്കിലോ ഈ ടി മാറിയിട്ട് പകരം എന്തുണ്ടാവും? എൻ ആയിരിക്കും വരിക. അതായത് കണ്ടിന്യൂസ് ടൈമിന് പകരം ഡിസ്ക്രീറ്റ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു വേവ് പാറ്റേൺ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെ ഒരു വേവ് പാറ്റേൺ ആണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വരച്ചിട്ട് നേരെ ലൈൻസ് ഇങ്ങനെ നമ്മൾ വരച്ച് കാണിച്ചാൽ മതി. ഇങ്ങനെ ലൈൻസ് വരച്ച് കാണിച്ചു കഴിഞ്ഞാലും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് തമ്മിലുള്ള ടൈം ഗ്യാപ്പും ഈ പറയുന്ന ടൈം ഗ്യാപ്പും എന്തായിട്ട് നിൽക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് യു കോൾഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അപ്പൊ ഏതാണ് ഈ ഫംഗ്ഷനിൽ ഒബേ ചെയ്യുന്നത്? എക്സ് ഓഫ് എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ഇത് ഡിസ്ക്രീറ്റ് പീരിയോഡിക് സിഗ്നൽ എന്നും ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? കണ്ടിന്യൂസ് പീരിയോഡിക് സിഗ്നൽ എന്നും നമുക്ക് പറയാം. ഓക്കെ, എ സിഗ്നൽ ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് അപീരിയോഡിക് സിഗ്നൽ എന്നാ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എടുത്തതിന് ശേഷം എന്താ ഇവിടെ ഇങ്ങനെ ഒരു ക്രോസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് എൻ പ്ലസ് എൻ സീറോ ഇസ് നോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ദിസ് ഇസ് ദ നേച്ചർ ഓഫ് അപീരിയോഡിക് സിഗ്നൽ. ഇപ്പൊ ഇവിടെ കാണുന്ന ഈ റെഡിങ്ങും വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്നത് ദറ്റ് ഇസ് വാട്ട് യു കോൾഡ് അപീരിയോഡിക് സിഗ്നൽ, ഇക്വേഷൻ ഫോർ ദി അപീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ഇപ്പൊ രണ്ടെണ്ണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ദ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡ് കാറ്റഗറി ഈസ് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ്. ഇനി ഈ പീരിയോഡിക് സിഗ്നൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു തന്നെയാണ് കണ്ടിന്യൂസ് ടൈം പീരിയോഡിക് സിഗ്നൽസ് എന്നും ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നൽസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ് കണ്ടിന്യൂസ് പീരിയോഡിക് ടൈം സിഗ്നൽ എന്ന് പറയുന്നത്? നോക്കൂ, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് ഐ ടി സീറോ എന്നാണ് പറയുന്നത്. ഇവിടെ ഐ ടി സീറോ എന്ന് പറയുന്നത് ഫ്യൂച്ചർ നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ചെയ്യാം, കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇതിപ്പോ ടി പ്ലസ് ഐ സീറോ എന്ന് എഴുതാം, നമുക്ക് ടി മൈനസ് ഐ സീറോ എന്നും എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് നോക്കുക? മൈനസ് ഇൻഫിനിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ നെഗറ്റീവ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് ഐ ടി സീറോ എന്ന് നമ്മൾ എഴുതി. ഇതിൽ എന്താണ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഓഫ് ടി
വിച്ച് ഈസ് എന്താ പറയുന്നത് റിപ്പീറ്റബിൾ ഇൻ ദ ഇന്റർവൽ T1 + T1 + T0. കണ്ടോ, ഈ ഒരു കണ്ടീഷൻ ഒബേ ചെയ്ത് വരികയാണെങ്കിൽ ദിസ് ഇസ് വാട്ട് ഈക്വൾ ദിസ് ഇസ് ഇക്വേഷൻ ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, ടൈം പീരീഡ് സിഗ്നൽ. ഇനി ഈ ടി മാറ്റി അവിടെ നമ്മൾ n ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഈക്വൾ ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നൽ. അപ്പൊ നോക്കുക, അതെന്താ ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നൽ പറയുന്നത് നോക്കൂ. ഈ ടി മാറ്റി അവിടെ n വന്നു, ഈ ടി മാറ്റി n വന്നു, T0 മാറ്റി N0 വന്നു. കണ്ടോ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഓവർ ടി എന്നുള്ളതിലാണ്. അതങ്ങനെ വരുമ്പോൾ എന്താണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു വേർ എൻ ഇസ് വേരിയിങ് ഫ്രം N1. ഇവിടെ T1ഉം T1 T0 ആയിരുന്നത് ഇവിടെ എന്ത് വരും, N1 N1 N0 എന്ന് പറഞ്ഞു മാറും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് പീരിയോഡിക് സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇനി തൊട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് പാർട്ടാണ് ഇമ്പോർട്ടന്റ്, ഇതല്ല. ഇനി തൊട്ട് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നൽ വിൽ ബി റെപ്രസെന്റഡ് ഇൻ ദിസ് ഫാഷൻ. ഈ ഒരു ഫാഷനിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുകൊണ്ട് അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈവൺ ആൻഡ് ഓഡ് സിഗ്നൽ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഈവൺ ഫംഗ്ഷനും അതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷൻ എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഈവൺ സിഗ്നലിലും ഓഡ് സിഗ്നലിലും വരുന്നത്. അതായത് ഇഫ് എന്താ പറയുന്ന ഒരു ഫംഗ്ഷന് നമ്മൾ ഒരു നെഗറ്റീവ് നേച്ചറാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി എക്സ് ഓഫ് എന്താ എഴുതി ടി എന്ന് ഒരു ഫംഗ്ഷൻ എഴുതി ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതുകയാണ്, എക്സ് ഓഫ് എന്താണ് മൈനസ് ടി. കണ്ടോ, എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് മൈനസ് ടിയും ഈ രണ്ട് വാല്യൂവും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഈവൺ ഫംഗ്ഷൻ. ദെൻ വാട്ട് ഈസ് ഓഡ് ഫംഗ്ഷൻ, ഇവിടെ എന്ത് വരും, ഒരു മൈനസ് സൈൻ കൂടി വരും. അപ്പൊ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് മൈനസ് ടി ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്തെന്ന് പറയാം, ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഈ കണ്ടീഷൻ നമ്മൾ സിഗ്നൽസിന്റെ കേസിലോട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കോൾഡ് ഇറ്റ് ആസ് ഈവൺ സിഗ്നൽ ആൻഡ് ഓഡ് സിഗ്നൽ. ഓക്കെ, അപ്പൊ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ശ്രദ്ധിക്കാം. If a signal exhibits symmetry in the time domain, it is called even signal. Okay, the signal must be identical to its reflection about the origin. നോക്കുക, for a continuous time signal നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട്, എക്സ് ഓഫ് ടി is equal to എക്സ് ഓഫ് മൈനസ് ടി. ഞാനിവിടെ ആദ്യം പറഞ്ഞ ഭാഗം. അത് തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിലോട്ട് വരുമ്പോൾ ഈ ടി മാറ്റി നമ്മൾ അവിടെ എന്ത് എഴുതണം, എൻ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് എൻ എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഹാവിംഗ് സിമ്മട്രി. ടൈം ഡൊമൈനിൽ എന്താണ് സിമ്മട്രി. അടുത്ത സ്ലൈഡിൽ അതിന്റെ വ്യക്തമായ പിക്ചർ ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വരച്ച് കാണിക്കുന്നില്ല. അപ്പോൾ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഇത് ഡിസ്ക്രീറ്റ് ടൈമിൽ. ഇനി ഈ സിമെട്രി ആന്റി സിമെട്രി ആണെങ്കിൽ, അതായത് ഒരു നെഗറ്റീവ് സൈനിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്കിത് വരുന്നതെങ്കിൽ ഈ സിമെട്രിനെ നമ്മൾ ഈ സിഗ്നൽ നമുക്ക് എന്തെന്ന് പറയാം, ഓഡ് സിഗ്നൽ എന്ന് പറയാം. അപ്പൊ എന്താ വ്യത്യാസം വരുന്നത്, എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് ഓഫ് മൈനസ് ടി എന്നും കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് പകരം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ instead of t we can replace it with n, so that x of n is equal to എന്ത് എഴുതാം, മൈനസ് ഓഫ് എക്സ് ഓഫ് മൈനസ് എൻ എന്നും എഴുതാം. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന് ആ എക്സാമ്പിൾസ് ഫിഗർ അടുത്ത ഇതിൽ ടിപ്പിക്കൽ ഓഡ് ആൻഡ് ഈവൺ സിഗ്നൽസ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വരയ്ക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഫിഗർ നോക്കാം. ഫിഗർ കാണുമ്പോൾ മനസ്സിലായിക്കോളൂ എന്താ പറയുന്നത് എന്നുള്ളത്. കണ്ടോ, ഇതെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഇതിന്റെ ഈ ഒരു നേച്ചർ തന്നെ ഉൾട്ട ചെയ്തിരിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉൾട്ട മീൻസ് ഇൻവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, അപ്പൊ ഇതെന്താണ്, ഓഡ് ഫംഗ്ഷൻ ആണ്. ഇത് നോക്കിയേ, ഇതില് ആദ്യത്തെ സാധനം മുകളിലോട്ട് പോകുന്നു, അപ്പൊ ഇവിടെ നേരെ താഴത്തോട്ട് പോകുന്നു. ഇവിടെ ലാസ്റ്റ് സംഭവം മുകളിലോട്ട് പോകുന്നു, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, താഴത്തോട്ട് വരുന്നു. ഇതിലെ നടുക്കത്തെ സിഗ്നൽ താഴത്തോട്ട് പോയി, ദെൻ ഹിയർ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പൊ ഇത് നേരെ ഒരു -1 കൊടുത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ സിഗ്നൽ മൊത്തം എന്തായിട്ട് മാറും, നേരെ തിരിഞ്ഞ് മുകളിലോട്ട് വരും. അപ്പൊ ഇതിന്റെ ഇൻവേർട്ടഡ് ഫോർമുല എന്ന് പറയാം. നോക്കൂ, അപ്പൊ ദീസ് കൈൻഡ് ഓഫ് സിഗ്നൽസ് ആർ കോൾഡ് എന്തെന്ന് വിളിക്കാം നമുക്ക്, ഓഡ് സിഗ്നൽ. ഇനി ഇത് നോക്കിയേ, ഇതിന്റെ മിറർ ഇമേജ് അല്ലേ ഇപ്പുറത്ത് വന്നിരിക്കുന്നത്, സിമെട്രിക്കൽ ആണ്. ദെൻ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഈവൺ ഫംഗ്ഷൻ. ഇവിടെയും നമുക്ക് അതിനെന്തെന്ന് പറയാൻ പറ്റും, ഈവൺ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. കാരണം ഇതിന്റെ ഇപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും, സിമിലർ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിനെന്തെന്ന് പറയാം, ഈവൺ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം, ഈവൺ സിഗ്നൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ നാലാമത്തെ കാറ്റഗറിയാണ് എനർജി ആൻഡ് പവർ സിഗ്നൽസ്. അപ്പൊ അതെന്താണെന്ന് ശ്രദ്ധിക്കാം.
അപ്പോൾ നമ്മൾ അതിനെ ഒരു കേസായിട്ട് എടുക്കുന്നത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം അവിടെ എനർജി എന്താണ്, പവർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കൺസിഡർ ചെയ്യുന്നു. ഇലക്ട്രിക്കൽ സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. ആ വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ട് ഒരു യൂണിറ്റ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ദർ മസ്റ്റ് ബി എ കറന്റ് ഫ്ലോ. അങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പവർ ഇസ് ഈക്വൽ ടു, സോ നമ്മൾ പവർ സിഗ്നലിലോട്ട് വരികയാണ് കേട്ടോ. സോ പവർ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. പി ഇസ് ഈക്വൽ ടു എന്താണ്, വി ഇൻറ്റു എന്താണ് ഐ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സാധനം നമ്മളിവിടെ കണ്ടിന്യൂസ് ടൈം ഡൊമൈനിൽ എഴുതുമ്പോൾ പി ഓഫ് ടി ഇസ് ഈക്വൽ ടു വി ഓഫ് ടി ഇൻറ്റു ഐ ഓഫ് ടി എന്ന് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വേറൊരു ഇക്വേഷൻ ആണ് വി സ്ക്വയർഡ് ബൈ ആർ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ് ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, യൂണിറ്റ് റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ ആറിന്റെ വാല്യൂ നമുക്ക് 1 ആക്കി മാറ്റി കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു, ഇതിൽ റെസിസ്റ്റൻസ് ഇല്ല, ഇതിൽ വി സ്ക്വയർഡ് ആക്കാം, ഇതിൽ നമുക്ക് എന്ത് എഴുതാം, ഐ സ്ക്വയർഡ് എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പവർ, ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലെ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, വി സ്ക്വയർഡ് ഇൻറ്റു ടി, അല്ലെങ്കിൽ എന്ത് പറയാം, ഐ സ്ക്വയർഡ് ഇൻറ്റു ടി എന്ന് പറയാം. ശരിയാണല്ലോ. ഇനി പവർ എന്ന് പറഞ്ഞാൽ എനർജി ക്യാരിഡ് ഇൻ 1 സെക്കൻഡ് ആണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പവറിനെ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നോക്കൂ, ഇ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -/t ടു ടി ഐ സ്ക്വയർഡ്. ഉണ്ടോ, ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഓരോ ഇൻസ്റ്റന്റിലെ ടൈം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ ഇൻസ്റ്റന്റ് ടൈം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൊത്തം പീരീഡിലെ ആയി. എവിടെ നിന്ന് എവിടം വരെ ഉള്ളതായി നോക്കൂ, -t തൊട്ട് +t വരെയുള്ള ഒരു ഫുൾ ടൈം പീരീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ടൈം പീരീഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടൈം ഡൊമൈൻ എനർജി സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ പവർ സിഗ്നൽ എടുത്തു, ഈ പവർ സിഗ്നലിനെ നമ്മൾ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ടൈം കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എനർജി കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എനർജീനെ നമുക്ക് എന്തിലോട്ട് മാറ്റാൻ പറ്റും, ഇങ്ങനെ ഇത് എനർജി സിഗ്നൽ ആണ് എന്നിരിക്കട്ടെ, ഇത് എനർജി സിഗ്നൽ ആണെങ്കിൽ ഇതിനെ പവറിലോട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഇവിടെ ടൈം എവിടം തൊട്ട് എവിടം വരെ വന്നിരിക്കുന്നത്, -t തൊട്ട് t വരെ. -t തൊട്ട് t വരെ എന്ന് പറയുമ്പോൾ -t തൊട്ട് t വരെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 0 എന്ന് പറയുന്ന ടൈം ഡൊമൈനും ഉണ്ട്, ശരിയല്ലേ, ടൈം ഇന്റർവെല്ലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2t ആയിരിക്കും. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 2t കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 2t കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി 2t കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലിമിറ്റ് നിങ്ങൾ എവിടം തൊട്ട് എവിടം വരെ ആക്കി മാറ്റിയാൽ മതി, 0 to t ആക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, 1/t ചെയ്താൽ മതി. സോ പവർ സിഗ്നൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഫോർമുല. ഓക്കെ, ഇനി അപ്പോൾ ഈ കോൺസെപ്റ്റ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മുടെ സിഗ്നലിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എന്താ പറയുന്നത്, കറണ്ട് നമ്മൾ ജനറൽ ആർബിട്രറി സിഗ്നൽ എന്തായിട്ടും പറയുന്നു, എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി -t ടു ടി. ഇവിടെ നമ്മൾ ഐ സ്ക്വയർഡ് ടി എന്നല്ലേ ഉണ്ടായിരുന്നു, അതിന് പകരം നമ്മളെടുത്ത സിഗ്നൽ എക്സ് ഓഫ് ടി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു, എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി എന്ന് എഴുതുന്നു. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പവർ സിഗ്നൽ കിട്ടും. അപ്പൊ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നോക്കുക, ദ എനർജി സിഗ്നൽ ഈസ് വൺ വിച്ച് ഹാസ് ഫൈനൈറ്റ് എനർജി ആൻഡ് 0 ആവറേജ് പവർ. എന്തുണ്ടായിരിക്കും, എനർജി സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൈറ്റ് എനർജി. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്തുണ്ടായിരിക്കും, എനർജി ഫൈനൈറ്റ് ആയിരിക്കും. ആവറേജ് പവർ 0. എന്തുകൊണ്ട് ആവറേജ് പവർ 0 എന്ന് പറയുന്നത്, ബിക്കോസ് അവർ ഇന്റഗ്രേഷൻ ഈസ് ഫ്രം -t ടു t. അപ്പൊ -t തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -t തൊട്ട് 0 വരെയുള്ളതും അതുപോലെ തന്നെ 0 തൊട്ട് t വരെയുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകും ആവറേജ് എടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ 0 ആവറേജ് പവർ എത്രയായിരിക്കും നമ്മൾ പറയുന്നത്, 0 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ കണ്ടീഷൻ എന്താ പറയുന്നത് നോക്കുക, എക്സ് ഓഫ് ടി ഇസ് എൻ എനർജി സിഗ്നൽ. എനർജി സിഗ്നൽ എക്സ് ഓഫ് ടി ഒരു എനർജി സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എനർജി വാല്യൂ വിൽ ബി ഫൈനൈറ്റ് ആൻഡ് പവർ വാല്യൂ വിൽ ബി 0. ഓക്കെ, ദെൻ വാട്ട് ഈസ് പവർ സിഗ്നൽ? എന്താണ് പവർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, പവർ എന്തായിരിക്കും, മെഷറബിൾ ആയിരിക്കും. പവർ മെഷറബിൾ ആയിരിക്കും, അതേസമയം തന്നെ എനർജി എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിട്ട് വരും. അപ്പോൾ പവർ ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയും എനർജി ഇൻഫിനിറ്റി ക്വാണ്ടിറ്റിയും ആയിക്കഴിഞ്ഞാൽ ദാറ്റ് കൈൻഡ് ഓഫ് സിഗ്നൽസ് ആർ കോൾഡ് പവർ സിഗ്നൽ. അപ്പോൾ ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്, ഒരേ സമയം നമുക്ക് എനർജി സിഗ്നലും അതുപോലെ തന്നെ പവർ സിഗ്നലും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, എനർജി സിഗ്നൽ ആണെങ്കിൽ എനർജി ഫൈനൈറ്റ് ആയിരിക്കും, പവർ 0 ആയിരിക്കും. പവർ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ പവർ ഫൈനൈറ്റ് ആയിരിക്കും, എനർജി എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. സോ
If the signal does not satisfy any of these two conditions, then it is neither an energy nor a power signal. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത സിഗ്നൽസ് ഉണ്ടെങ്കിൽ ആ സിഗ്നൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, എനർജി സിഗ്നൽ ആണോ പവർ സിഗ്നൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നു. 4 സിഗ്നൽസ്, 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് എന്തൊക്കെയാന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. വൺ ഇസ് കോൾഡ് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽ. തേർഡ് വൺ ഈസ് കോൾഡ് എന്തെന്നാ ഓഡ് ആൻഡ് ഈവൻ സിഗ്നൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോൾഡ് എനർജി ആൻഡ് പവർ സിഗ്നൽ. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ സിസ്റ്റംസിനെ കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു.